ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും കോപ്പി അടിച്ചാൽ നിങ്ങൾ പറയും. സോ ഹായ് ഓൾ. ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചത് പോലുമല്ല. പിന്നെ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു റീൽസ് കണ്ടതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സാധനം ഒന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനൊരു റീൽസ് കണ്ടതിന്റെ പേരിലാണ് ഇത് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ റീൽസ് ആദ്യം ഞാനൊന്ന് കാട്ടിത്തരാം. അപ്പൊ ഗൈസ് കണ്ടല്ലോ, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിനക്ക് എവിടെ നിന്നാണ് പെണ്ണ്? അതിന് പെണ്ണൊന്നും വേണ്ട ഗൈസ്, നമുക്ക് പെണ്ണിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധനം നല്ലതാണോ നോക്കിയാൽ മതി. അപ്പൊ എന്താണെങ്കിലും ഇത് വർക്കിംഗ് ആണോ നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ ആ പ്രോഡക്റ്റ്. ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഇത് മേടിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന പേടി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും യൂസ് ചെയ്യാൻ സേഫ് ആണോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡോണ്ട് വെറി, സിറി ഈസ് ഹിയർ. ഹേ സിറി, hey Siri, is hair removal spray safe? Here's what I found. Guys, നമുക്ക് സിറിനെ ഒഴിവാക്കാം. നമ്മുടെ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ കാട്ടിയേക്കുന്നു. നമുക്ക് ഗൂഗിൾ അമ്മച്ചിയോട് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നില്ല, അടിച്ചു നോക്കുക. Is hair removal spray safe? Hair removal sprays are generally considered as safe for use on skin when used properly and following instructions. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഞാനിതൊരു ഡോക്ടറിനോടും വെറുതെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞ അതാണ്, ഇൻസ്ട്രക്ഷൻ പ്രകാരം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ സ്ഥിരമായിട്ടുള്ള യൂസിന് പകരം നമ്മൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള സാഹചര്യം, വല്ല ട്രിപ്പോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പം നമുക്ക് ഷേവ് ചെയ്യാനുള്ള ടൈം ഒന്നും ഇല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് യൂസ്ഫുൾ ആണോ എന്ന് സംഭവം നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ പറയാം. ഇതിപ്പോൾ സേഫ് ആണോ എന്നൊരു ചെറിയ ഡൗട്ട് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താണെങ്കിലും നമുക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറുതായിട്ട് കറണ്ട് ഒന്ന് പോയി. പിന്നെ നിങ്ങളിത് എങ്ങാനും ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളെങ്ങാനും ഇത് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ഇൻസ്ട്രക്ഷൻ പ്രകാരം യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഫുൾ ബോഡിയിൽ എടുത്ത് അടിക്കരുത്. പകരം നമ്മളൊരു ഏതെങ്കിലും ഒരു ഒറ്റ ഏരിയയിൽ, ഒരു ചെറിയൊരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. അതിനുശേഷം അത് റിമൂവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ 24 മണിക്കൂർ ഗ്യാപ്പ്, അതായത് ഒരു ദിവസത്തിന് ശേഷം നിങ്ങളുടെ ആ അടിച്ച ഭാഗത്ത്, ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒരു കാലിൻ്റെ ഒരു ഭാഗത്താണ് അടിച്ചതെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ്, കറണ്ട് ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വരാതിരിക്കുക. അപ്പം ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അടിച്ചു നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ വരെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, ലൈക്ക് അലർജറ്റിക് ആവാൻ റെയർ ചാൻസിൽ വല്ലവർക്കൊക്കെ അലർജറ്റിക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ആദ്യം ഒരു ടെസ്റ്റ് മാതിരി അടിച്ചു നോക്കണം, അതിനുശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഭയങ്കര റെയർ ആയിട്ടാണ് ആ അലർജറ്റിക് ആവാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ആ അലർജി നമുക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ പെട്ടില്ലേ. അപ്പം ഏറ്റവും സേഫ് നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അടിച്ച് പിറ്റേ ദിവസം വരെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പിന്നെ സ്ഥിരമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നാണ് ഇവരുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇനി കഥയടി വിടാം, നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് കാട്ടിത്തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ കാലിലാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അത് കാട്ടാം. അതിന് മുമ്പ് ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്, മുറിവും കാര്യങ്ങളൊന്നും ഉള്ളിടത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയോ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളിടത്ത് ഒരിക്കലും ഇത് അടിക്കരുത്, പിന്നെ അത് കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോഴും മുറിവൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇത് അടിക്കുക. ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യണ്ടേ, സോ അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ. അപ്പം ഗൈസ്, കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അടിച്ചു നോക്കാം. നല്ല ആമസോൺ കാർഡുകൾ പോലെ ഉള്ള കാലായത് കാരണം നമുക്ക് ഇതെന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. സോ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ ഡെപ്പി. എൻ്റെ അമ്മേ. ഓക്കെ, പിന്നെ 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ്, അതായത് ഒരു സ്കെയിലിൻ്റെ ഡിസ്റ്റൻസ് ഒന്നും ഇത് അടിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ള. ഇച്ചിരി മാറിയിരിക്കട്ടെ, ക്യാമറയിലേക്ക് ആവണ്ടല്ലോ. അപ്പോൾ ഇവിടെ അടിച്ചു നോക്കാൻ പോകാട്ടോ. ഓക്കെ, അതിപ്പോൾ ഇട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിങ്ങനെ പട്ടി ഒരിങ്ങനെ പതയുന്നുണ്ട് കിടന്നിട്ട്, എന്തോ ഒരു സാധനം ഇഴയുന്ന കൂട്ട്. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാക്സിമം ഒരു 3 to 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം തന്നെ ഇത് പോകുമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ പോയിട്ടില്ലെങ്കിൽ മാക്സിമം 6 to 7 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി പയ്യെ നമുക്ക് തുടയ്ക്കാം.
പൊന്നു മക്കളെ കിഡിലുമായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സംഭവം അടിപൊളിയായിട്ട് പോയി. പക്ഷേ എങ്കിൽ ഒരു വൃത്തികെട്ട മണമുണ്ട്. എൻ്റെ അമ്മ ഇടയ്ക്ക് ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ആ മണം. അത് ഒഴിച്ചാൽ കിടിലൻ സാധനം. ഇതുണ്ടോ, കാലിൻ്റെ ആ ഒരു ഭാഗം പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലതുപോലെ കാല് കഴുകുകയൊക്കെ ചെയ്തു. കാരണം ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി ആ സ്പ്രേയുടെ ഒരു അംശവും കാലിലില്ല എന്ന് ഉറപ്പ് വരുത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് പാലിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ശരിക്കും നല്ല യൂസ്ഫുൾ ഐറ്റമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഫംഗ്ഷന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് പോകുമ്പം ഹെയർ സ്ഥിരമായിട്ട് റിമൂവ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ട്രിം ചെയ്താൽ അറിയാം ഇങ്ങനെ ചെറുതായിട്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജാതി വൃത്തികേടാവും. ഒന്നില്ലെങ്കിൽ ട്രിം ചെയ്യാതിരിക്കുക അപ്പം നല്ലത്. ഷേവ് ചെയ്ത് കളയുന്നവരുടെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരച്ചിട്ട പാടുകൾ ഉണ്ടാവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവം ഉഷാറാണ്, കിടിലം ഐറ്റം. ഡെർമറ്റോളജിക്കലി ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. ബ്യൂട്ടി പാർലറിലൊക്കെ ഗേൾസ് പോയിട്ട് മുടിയിൽ അതും ഇതും കളറൊക്കെ അടിക്കില്ലേ, അതൊക്കെ ഇതേപോലത്തെ സാധനങ്ങളാണ്. അപ്പം അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. സംഭവം നിലവിൽ നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പൊ എന്തെങ്കിലും സ്കിന്നിന് എനിക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായാൽ മാത്രം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ എത്തിയിട്ടുണ്ട്, കറണ്ട് വന്നു. അപ്പൊ നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് കിടക്കാം. സംഭവം ഉഷാറാണ്, കിടിലം ഐറ്റം ആണ്. ഞാനിപ്പോൾ ഉപയോഗിച്ച് നോക്കി. ഇതിന്റെ പേര് അർബൻ ഗാബ്രോ എന്നാണ് കേട്ടോ പേര്. ഹെയർ സ്ഥിരമായിട്ട് ട്രിം ചെയ്ത് റിമൂവ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഇറ്റ്. സോ അത്രേ ഉള്ളൂ. അപ്പം വെറുതെ ഇരുന്നതാ. എന്താണെങ്കിലും കറക്റ്റ് ടൈമിന് ഇവൻ എത്തി. സോ മക്കളെ, ഞാനെന്നാ പോവാണേ. ബൈ.